ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ സുരാജ് വെഞ്ഞാറമൂട്. ഒപ്പന കളിക്കുന്നോ? ഒപ്പന ഇപ്പൊ എന്റെ വീട്ടില് ഇതാ അവസ്ഥ, എപ്പോഴും ഇതാ അവസ്ഥ. എന്താ വീട്ടില് ഫുൾ ടൈം ഒപ്പനയാ? വീട്ടിൽ ഒപ്പനയല്ലാന്ന്, വൈകുന്നേരം 5 മണിയായി കഴിഞ്ഞാൽ കൊതുക് ശല്യം എപ്പോഴും ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കാൻ പറ്റൂ. നീ എന്താ പറയണേ? കാരണം ഇപ്പൊ എറണാകുളം ജില്ലയില് എനിക്ക് തോന്നുന്നു ഒരു 5 മണി കഴിയുമ്പോ പിന്നെ എല്ലാവരും ഷട്ടിൽ കളിക്കാൻ ഇറങ്ങും, ഇങ്ങനെ ബാറ്റുമായിട്ട്. എറണാകുളംകാര് ഭയങ്കര സ്പോർട്സ് പ്രേമികളാ? സ്പോർട്സ് പ്രേമിയല്ല, മറ്റേ ഈ കൊതുകിനെ കൊല്ലണ ബാറ്റ്. ഇതൊട്ട് ഇങ്ങനെ അടിച്ചടിച്ചായിരിക്കും. സത്യം, ഈ കൊതുക് കാരണം ഞാൻ വീടങ്ങ് വിറ്റാലോ എന്ന് വരെ ആലോചിച്ചു. അയ്യേ, എന്തേ? എലിയെ പേടിച്ച് ആരെങ്കിലും ഇല്ലം ചുടുവോ? എലിയെ പേടിച്ച് ഇല്ലം ചുടണ്ട, പക്ഷെ കൊതുവിനെ പേടിച്ച് ചില വീടുകളിൽ അങ്ങ് വിറ്റാലേ പറ്റൂ. പുതിയ വീട് വെക്കാനുള്ള പരിപാടിയാ. അത് ശരിയാ. പക്ഷെ ചേട്ടൻ ഒരു കാര്യം അറിയോ? എല്ലാ കൊതുകുകളൊന്നും കടിക്കില്ല. ആൺകൊതുകും പെൺകൊതുകും ഉണ്ടല്ലോ. ഈ ആൺകൊതുക് വല്ല സസ്യങ്ങളുടെ നീരോ പഴച്ചാറുകളോ ഒക്കെ കുടിച്ചാണ് ജീവിക്കുന്നത്. പെൺകൊതുകും അതൊക്കെ തന്നെയാണ് കുടിക്കുന്നത്. പക്ഷെ എന്നാലും ഈ മുട്ടയൊക്കെ ഇടാനുള്ള ഒരു ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് പെൺകൊതുകുകൾ കുറച്ച് രക്തം കൂടി കുടിക്കും. പരമാർത്ഥമായ സത്യം ഒന്ന് ആലോചിക്കണം. അതിന് യാതൊരുവിധ മാറ്റവും. ചോര കുടിക്കുന്ന പെൺകൊതുക്കള്, പിന്നെ അതുപോലെ യക്ഷി, മനുഷ്യൻ, ഇതിലെല്ലാത്തിലും സ്ത്രീകളാണ് ചോര ഊറ്റി ഊറ്റി കുടിക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്ക്. അതെന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ സ്ത്രീകൾ മാത്രം ഇങ്ങനെ ചോര ഊറ്റി കുടിക്കാൻ പോകുന്നത്? ഒരു കാര്യമുണ്ട്, ഈ ഡ്രാക്കുള ആരാന്നറിയോ? ഡ്രാക്കുള ഒരാണായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ലൂസിഫർ പെണ്ണാണ്. ഡ്രാക്കുള ഇങ്ങനെ പിടിച്ചു നിർത്തിയ ലൂസിഫർ ആകാരെ അടിച്ചോണ്ട് പോണത്. പോട്ടെ സുരാജേട്ടാ, എന്തായാലും എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ സുരാജേട്ടൻ എന്തായാലും ഉറപ്പായിട്ടൊരു കഥ കാണും. പിന്നെ കൊതുകിനെ കുറിച്ചൊരു കഥ. അല്ല, പലരും ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീകളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നേരം 5 മണി പോലെ അടിച്ചുകൊണ്ട് ഇങ്ങനെ അടിച്ച. അത് ശരിക്കും കൊതുക്കളോടുള്ള വിദ്വേഷം കൊണ്ടാണ്. വേറെ ഒന്നുമല്ല, കടിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരും. പിന്നെ കൊതുവിന്റെ ഒരു കഥയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ആദ്യമായിട്ട് ബ്ലഡ് കുടിക്കാൻ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കൊതുക് പോയിട്ട് വന്നപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛാ ഒന്നും പറയണ്ട അപ്പപ്പാ, എന്ത് രസമായിരുന്നു. ഞാൻ അങ്ങനെ ബ്ലഡ് കുടിക്കാനായിട്ട് ഒരുത്തൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ അവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോഴാ മുത്തച്ഛൻ പറയണേ, ഏടാ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതൊന്നും അല്ല, അതിൻ്റെ ഇടയിലെങ്ങാനും നിന്നെ കിട്ടിയിരുന്നെങ്കിൽ നീ ചവഞ്ഞ അരഞ്ഞു പോയനെ. അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് പറഞ്ഞു ഒരു കഥ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ പറഞ്ഞു വന്നത്? എന്തോ പറഞ്ഞു വന്നല്ലോ. എന്താ കൊതുവല പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇത് കണ്ടാലേ കൊതുവലയാണ്. അല്ലല്ല, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, എല്ലാ ജീവികളും ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതിന് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും കൊതുകിനും എന്തെങ്കിലും ഒരു നല്ല വശം ഉണ്ടാവും. നല്ല വശമുണ്ട്. കൊതുകുകളെ കുറിച്ച് പറയണമെങ്കിൽ ഏറ്റവും നല്ല വശം, വർഗീയത ഇല്ലാത്ത ഒരു ജീവിയാണ് കൊതുക്. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല, വേർതിരിവില്ല. ആരെ കിട്ടിയാലും കയറി ഇരുന്ന് കടിച്ച് മാക്സിമം ബ്ലഡ് കൊടുത്തോണ്ട് പോകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കൊതുക് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യ സമൂഹത്തിന് ഒരു വൻ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ഗസ്റ്റുകളെ വിളിക്കാം. ആരാ ഇന്നത്തെ ഗസ്റ്റ്? ഇന്ന് നമുക്ക് 2 ഗസ്റ്റ് ആണുള്ളത്. അതില് ഒരാളെന്ന് പറയുന്നത് ചട്ടക്കാരി, ഡോക്ടർ ലവ്, ലിവിംഗ് ടുഗദർ എന്നീ ചിത്രങ്ങളിലൂടെയൊക്കെ പോപ്പുലർ ആയ ഹേമന്ത് കുമാർ. അടുത്തത് ഉസ്താദ് ഹോട്ടൽ, അന്നയും റസൂലും, നീക്കോ ഞാച്ച എന്നീ ചിത്രങ്ങളിലൂടെ നിന്നെയും കൊല്ലും ഞാനും ചാവും എന്നീ ചിത്രങ്ങളിലൂടെ പോപ്പുലർ ആയ സിജ റോസ്.
दिल अटैच किया रे, कभी छोड़ दिया दिल कभी कैच किया रे, साड़ी के फॉल सा कभी मैच किया रे. പൊന്ന് ഹേമന്ത ഒന്നങ്ങോട്ട് നിവർന്ന് നിന്ന് കൊടുക്കും, ഇല്ലെങ്കിൽ ഈ കുട്ടി ഒന്നാമത് ശകലേ ഉള്ളൂ, ഒടിഞ്ഞിറങ്ങി അതങ്ങ് തീരും. നല്ല രസമുണ്ടല്ലേ ആ പാട്ട്, അല്ലേ? കുറച്ച് നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ചാരി നിൽക്കാൻ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരുമിച്ച് അഭിനയിച്ചില്ല, പക്ഷെ ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾക്ക് അറിയാം, പരസ്പരം അറിയാം. നേരത്തെ അറിയാം. വീട് എവിടെയാ ഹേമന്തിന്റെ? എന്റെ വീട് മലപ്പുറം തിരൂർ. തിരൂർ എവിടെ? കാലിക്കറ്റാണ്. കാലിക്കട്ട്. ആ, അപ്പൊ രണ്ടുപേരും അടുത്തടുത്ത് തന്നെയല്ലോ. പക്ഷെ താമസിക്കുന്നത് ഇപ്പൊ എറണാകുളത്ത് സെറ്റിൽഡ് ആണ്, കാക്കനാട്. അല്ല, ആള് എറണാകുളത്ത് തന്നെ? അല്ല, ഞാൻ ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഇയാളെ സ്ഥിരമായിട്ട് എറണാകുളത്താണ്. ആണല്ലേ? എത്ര വർഷം കൊണ്ട് ഫ്രണ്ട്സ് ആണ്? ഒരു 1 year. 1 year. 1 year ആയുള്ളൂ സിനിമയിൽ വന്നതിന് ശേഷം. സിനിമ വന്നു കഴിഞ്ഞിട്ട് കോമൺ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. ഓക്കെ, എങ്ങനെയാ സിനിമയിലേക്ക് എത്തിയത്? അത് എന്താ പറയാ, ഒരു നിമിത്തമായിരുന്നു എന്ന് പറയാം. ആദ്യം ഞാൻ ആക്ച്വലി മാസ് മീഡിയ പഠിച്ചിട്ട് ഇങ്ങനെ കേരളത്തിൽ വെക്കേഷൻ ആയിട്ട് വന്നതാണ്. അപ്പൊ പിന്നെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആഡ് ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് മോഡലിംഗ് ഒന്ന് ട്രൈ ചെയ്യാന്ന് തോന്നി. മോഡലിംഗ് ആയിരുന്നു ആദ്യം ആഡ്സിലൂടെ ഫോട്ടോഷൂട്ട്സ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ആദ്യത്തെ പടം മുസാദോട്ടിലായിരുന്നു. ഒരു ഇത്താത്ത ആൻഡ് കമ്പനി എന്നൊരു ക്യാരക്ടേഴ്സ് വേണം, അങ്ങനെ നിമിത്തമായിരുന്നു എന്ന് പറയാം. എല്ലാം നിമിത്തമായി. പക്ഷെ ഡയറക്റ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. അസിസ്റ്റന്റ് ആയിട്ട് ചേർന്നത് രാജേഷ് പിള്ളേ സാറിന്റെ. രാജേഷ് ട്രാഫിക് എന്ന സംവിധായകന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അദ്ദേഹം അത് ഹിന്ദിയിലാണ് ഞാൻ ആക്ഷൻ ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഞാൻ മുംബൈയിൽ സെറ്റിൽഡ് ആയിരുന്നു. അപ്പോ എനിക്ക് ലാംഗ്വേജ് വളർന്നതൊക്കെ എവിടെയാ? മസ്കറ്റിലാണ്. മസ്കറ്റില്? എനിക്ക് വയ്യ, ഇത് എവിടെയൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഹേമന്ത് പറയൂ. ഇല്ല, സിനിമയിലേക്ക് വന്നു. ഒരു കാര്യം, ഹേമന്തിനോട് ഒരു കാര്യം കണ്ടപ്പോ തൊട്ട് ചോദിക്കണം സുരാജേട്ടൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ചോദിച്ചോ. ആദ്യത്തെ സിനിമയുടെ കാര്യം. ലിവിംഗ് ടുഗദർ ആയതുകൊണ്ട് എന്തോ ലിവിംഗ് ടുഗദർ എന്ന സിനിമയിലൂടെയാണ് അരങ്ങിലേക്ക് കാലെടുത്ത് വെച്ചത്, അല്ലേ? ശരിക്കും എനിക്ക് താല്പര്യമുള്ള വിഷയമാണ് ഈ ലിവിംഗ് ടുഗദർ. പക്ഷെ കല്യാണം കഴിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും കുഴപ്പമില്ല, അതിന്റെ സുഖങ്ങളും അതിന്റെ ദുഃഖങ്ങളും എല്ലാം ഒന്ന് പങ്കുവയ്ക്കാം. എങ്ങനെയുണ്ട് ശരിക്കും ഈ ലിവിംഗ് ടുഗദർ? ഇല്ല, ആ സിനിമക്കകത്ത് ആക്ച്വലി ഒരുപാട് ലിവിംഗ് ടുഗദർ ഒന്നും ഇല്ല, പക്ഷെ പേര് മാത്രമേ ഉള്ളൂ, കഥ വേറെ തന്നെയാണ്. അപ്പൊ അത്ര സുഖങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി പറയാൻ ആധികാരികമായി പറയാൻ ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. സിനിമക്കകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. നീക്കോ ഞാച്ച നല്ല വേഷം അതില് ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ന്യൂ ജനറേഷൻ ശരിക്കും ഈ ലിവിംഗ് ടുഗദറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങളാണ് ന്യൂ ജനറേഷൻ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. അഭിപ്രായം പറയാൻ എനിക്കറിയാം, ഞാൻ എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞുള്ളൂ. അഭിപ്രായം ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നാലും ഇങ്ങനെയൊക്കെ തന്നെ എക്സ്പീരിയൻസ് ആവുന്നത്. എന്നാലും പറയും. അമ്മ ഇവിടെ അടുത്തെവിടെ ഉണ്ടോ? അമ്മ ഇവിടെ അടുത്തെവിടെ ഉണ്ട്, അതുകൊണ്ടാണ് അമ്മ ഇവിടെ അടുത്തെവിടെ ഉണ്ടെന്ന്. അമ്മയുണ്ട്, അതുകൊണ്ട് പറയും. അതെനിക്ക് ഇഷ്ടമായ കേട്ടാ. അമ്മയുണ്ട്, ഒന്നും പറയില്ലേ. ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അങ്ങനെ അധികം ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. പ്രോത്സാഹിപ്പിക്കണമെന്നാണോ സിജയുടെ അഭിപ്രായം? അയ്യോ, ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത്. ഇല്ല, ഐ തിങ്ക് സോ നമ്മുടെ ഒരു കൾച്ചർ, കേരള മലയാളികളുടെ ഒരു കൾച്ചർ നോക്കുമ്പോൾ ഒരു നല്ലൊരു കൾച്ചർ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ആ ഒരു കൾച്ചറിലേക്ക് നമുക്ക് ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഒക്കെ കൊണ്ടുവരേണ്ട ആവശ്യം. ഇത് അമ്മ ഒന്നുകൊണ്ട് മാത്രം പറഞ്ഞു, ഇത് അമ്മ ഉള്ളതുകൊണ്ട് മാത്രം പറഞ്ഞു. അമ്മ ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞത്? ഇല്ല, അത് എന്റെ പേഴ്സണൽ ആയ ഒരു ഒപ്പീനിയൻ ആണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. നല്ല പാട്ടുകാരനാണെന്നൊക്കെ അറിഞ്ഞല്ലോ. സിജ നല്ല പാട്ടുകാരാണ്, ഞാൻ പാട്ടൊന്നും സിജ പാടും. ഞാൻ പാടില്ല, ഞാൻ ഡാൻസ് കളിച്ചു, അത്രേ ഉള്ളൂ. മൾട്ടി ടാലന്റഡ് ആണ്, പാട്ട് പാടും, ഡാൻസ് കളിക്കും. നന്നായിട്ടൊരു പാട്ട് പാടിക്കാം ഹേമന്ത്. ഏത് പാട്ടാ? നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റേ മന്ദാര ചെപ്പുണ്ടോ പാട്ട് പാടാം. മന്ദാര ചെപ്പുണ്ടോ നല്ല പാട്ടാ, പഴയ ഗാനം കേൾക്കാം. ആ പാട്ട് റീമിക്സ് ചെയ്തുകൊണ്ടേ തെറ്റിപ്പാടി നമുക്ക് റീമിക്സ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോ പാട്ട് കേൾക്കാം. എങ്ങനെയാണ്, ഏത് പിച്ചാണ് വേണ്ടത്? പിച്ച് ഇങ്ങനത്തെ പിച്ച് എനിക്ക് പ്രശ്നമല്ല. അപ്പൊ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പിച്ച്? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പിച്ചിൽ അവർ കളിച്ചാൽ മതി, അത് നല്ലത്. നമ്മൾ പാടും, അതിന്റെ കൂട്ടത്തിൽ അവർ വരിക. ശരി, എന്നാ ഇതിന്റെ കൂട്ടത്തിൽ റെഡി 3 4. മന്ദാര ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നു
ചൂളമടിച്ച് കറങ്ങി നടക്കും. സിജ വിസിൽ ഇത് പാടും. വിസിൽ ഇത് പാട്ട് പാടും. വിസിലിൽ ഒരു പാട്ട് പാടും. ഈ ചൂളമടി എത്രാം ക്ലാസ് മുതൽ തുടങ്ങി? അത് ആക്ച്വലി ഞാൻ എൻ്റെ അമ്മേനെ കണ്ടുപഠിച്ചതാണ്. അമ്മയും ചൂളമടിക്കാൻ മിടിക്കുകയായിരുന്നു. അതല്ല, ആക്ച്വലി ഞാൻ ചെറുപ്പത്തിലൊക്കെ മമ്മി കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചൂള പഠിച്ച ഒരു പാട്ട് ഇങ്ങനെ പാടുമായിരുന്നു. അമ്മ പാടും? പാടില്ല, ചൂള അടിക്കും. അപ്പൊ അങ്ങനെ ഞാൻ അത് കേട്ട് ചൂള അടിച്ച് പഠിച്ചതാണ്. മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കില്ലേ? കുഴപ്പമില്ലാതെ സംസാരിക്കുന്നു. ഓക്കെ, വേറെ ഏത് പാട്ട് പാടും? വേറെ പാട്ട് പാടുന്നില്ല. പാട്ട് പാടുന്നില്ല. ഓക്കെ, മലയാളം നന്നായിട്ട് സംസാരിക്കുമല്ലോ. കുഴപ്പമില്ല. ശരി, അപ്പൊ ഞാൻ പറയുന്നത് തെറ്റാതെ 5 തവണ പറയണം. ആദ്യം ഞാനൊന്ന് പഠിച്ചോട്ടെ. ആ, പെരുവിരലൊരു ഇടല. എനിക്ക് തെറ്റിയതാട്ടോ. പെരുവിരലൊരു ഇടറലിടറി. പെരുവിരലൊരു ഇടറലിടറി. പെരുവിരൽ ഒരു ഇടറൽ ഇടറി. പെരുവിരൽ ഒരു ഇടറലിടറി. ആരെങ്കിലും ഒരാൾ പറയുന്നേ. ഇത് തെറ്റാണോ ശരിയാന്ന് നോക്കണ്ട. ശരിയാണെങ്കിൽ നല്ല ക്ലാപ്പ് കൊടുക്കണം. പെരുവിരൽ ഒരു ഇടറലിടറി. പെരുവിരൽ ഒരു ഇടലറിടറി. ഇടലറാണ്. ഇടറലിടറി. ഇടറൽ ഇടറി. പെരുവിരൽ ഒരു ഇടറലിടറി. ഓ വേണ്ട, പാടേപ്പല്ലോ. പറഞ്ഞോ. പെരുവിരൽ ഇടറി. പെരുവിരൽ ഒരു ഇടറൽ ഇടറി. പെരുവിരൽ ഒരു ഇടറൽ ഇടറി. പെരുവിരൽ ഒരു ഇടറൽ ഇടറി. പെരുവിരൽ ഒരു ഇടറൽ ഇടറി. ചേട്ടാ തെറ്റിയ പോവാവോ? ശരി, വേറൊന്ന് പറയാം. ഉഷേ ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷേ ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷേ ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷയായപ്പോ correct ആക്കി. എന്താ പറയാ, ഉഷ അമ്മയുടെ പേരാണ്, ഉഷസ് എന്റെ വീട്ടും പേരാണ്. അപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല പാടാൻ. ശരി, ഉഷാറോടുണരണം സ്പീഡില്. ഉഷേ ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷേ ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷേ ഉഷസ്സിൽ ഉഷാറോടുണരണം. ഓക്കെ, പറഞ്ഞോ. ഉഷേ 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 എന്തോ അങ്ങോട്ട് പറയ്. ഉഷേ ഉഷേ ഉഷസ്സിൽ ഉഷാറോടുണരണം. ഉഷേ ഉഷസിൽ ഉഷാരോട് ഉണരണം. ഉണരണം. ഉഷേ ഉഷസിൽ ഉഷാരോട് ഉണരണം. ഉഷേ ഉഷസിൽ ഉഷാരോട് ഉണരണം. ഉഷേ ഉഷസിൽ ഉഷാരോട് ഉണരണം. ഉഷേ ഉഷസിൽ ഉഷാരോട്. അവസാനമായപ്പോ എന്താ ഉഷാറ്. ശരി, അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പക്ക മലയാളത്തിൽ മാത്രമേ സംസാരിക്കാവൂ. ഇംഗ്ലീഷ് വരേ ചെയ്യരുത്. റെഡി? അത് ഞാനാണോ? അതിവിടെ എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞേ? എൻ്റെ സ്ഥലം മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല, ജില്ലയിൽ തിരൂർ. തിരൂർ. പിന്നെ അവിടുന്ന് എങ്ങനെ എങ്ങോട്ട് വന്നത്? ഞാൻ നടന്നാണ് വന്നത്. നടന്ന്. എത്ര ദിവസം എടുത്തു? 2 ദിവസം. ഉച്ചയ്ക്ക് ഹോട്ടലിലൊന്നും കയറിയില്ലേ? ഇല്ല, എന്തിനാ, എൻ്റെ ആവശ്യമില്ലല്ലോ. നടന്നു വരുമ്പോൾ നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ നടന്ന് പോകുന്നല്ലേ, അതേപോലെ നടന്നു. അത് തന്നെ ശീലിച്ചു. ദൈവമേ. അപ്പൊ ഇതുവരെ പിന്നെ കടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടില്ല? കടയിൽ കയറി ഭക്ഷണം കഴിച്ചു, ഒരു ചായ കുടിച്ചു, 2 വട കഴിച്ചു. അങ്ങനെ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ മാത്രം. എന്നാലും വേറെ എന്തൊക്കെയാ? ടീ, കോഫി, അങ്ങനെ? ചായ, കാപ്പി എല്ലാം കുടിച്ചു. എറണാകുളത്ത് എവിടെയാ താമസം? എറണാകുളത്ത് വീട്ടിലാണ് താമസം. അത് തന്നെ. വീട് എവിടെയാണ്? വീട് എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെയാണ്? എറണാകുളത്ത് വീട്ടിലാണ് താമസം, ഞാൻ പറഞ്ഞല്ലോ. എവിടെ? ഈ പനമ്പള്ളി നഗർ, അങ്ങനെ ഒരുപാട് സ്ഥലം. പാലാരിവട്ടം. പാലാരിവട്ടം റോഡ് സൈഡിലാണോ? അല്ല, വഴിയോരത്താണ്. ചേട്ടാ വഴിയോരത്ത് എവിടെയാണ്? നല്ല ക്ലാപ്പ് കൊടുക്ക്, നന്നായിട്ട് പിടിച്ചു നിൽക്കുന്നു. പാലാരിവട്ടത്ത് ഒരു വഴിയോരത്ത് ഒരു വീട്ടിൽ. ഇതുവരെ സൈക്കിളോ ബൈക്കോ കാറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്ത്? നടന്നു പറഞ്ഞ് ശീലിച്ച, ചെറുപ്പം മുതൽ നടന്നു. എല്ലാ സ്ഥലത്തും നടന്നേ പോകും ഞാൻ. എവിടെയെങ്കിലും ഒക്കെ സ്റ്റേ ചെയ്യാറുണ്ടോ? നടന്നു പോകുന്ന ഇടയ്ക്ക് നിൽക്കാറുണ്ട്. വീട്ടിൽ അഭയം പ്രാപിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ഏത് വീട്ടിൽ അഭയം പ്രാപിക്കാറ്? കണ്ണിൽ കാണുന്ന ആദ്യത്തെ വീട്ടിൽ അഭയം പ്രാപിക്കും. നമുക്ക് അത്ര അഹങ്കാരമൊന്നുമില്ല, ഒരുപാട് അഹങ്കാരമൊന്നുമില്ല. ഇനി അങ്ങോട്ട് ബാക്കി പറഞ്ഞു കൊടുക്ക്. എന്റെ തൊണ്ട കഴിക്കുന്നത്. നമ്മൾ വെള്ളം കുടിപ്പിച്ചിട്ട് വിടുന്നുള്ളതാണോ? ഇല്ല, തോപ്പിച്ചിട്ടേ വിടുള്ളൂ. ആണോ? ശരി. ഏതായിരുന്നു സ്കൂൾ? ഏതായിരുന്നു? പഠിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല. ശരി, വിദ്യാലയത്തിൽ പോയിട്ടുണ്ട്. വിദ്യാലയത്തിൽ പോയിട്ടുണ്ട്. നാട്ടിലുള്ള അറിയപ്പെടുന്ന ഒരു വിദ്യാലയം. ഏതായിരുന്നു വിദ്യാലയം? വിദ്യാലയത്തിന്റെ പേര് ഫാത്തിമ മാത എന്നാണ് പേര്.
ഫാത്തിമ മാത, മാത. അത്രേ ഉള്ളൂ? സ്കൂളാണോ കോളേജാണോ? വിദ്യാലയമാണ്. അത് വിദ്യാലയമാണ്, അത് കോളേജ് ആണോ സ്കൂളാണോ എന്നുള്ള. നമ്മൾ ആദ്യം പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എവിടെയാണ്? ആദ്യം പഠിക്കാൻ പോണ എവിടെയാണ്? പറയൂ. നഴ്സറിയിലാണോ? ആദ്യം പഠിച്ചത് എവിടെയാ? അവിടെ തന്നെയാണ്, ആ പറഞ്ഞ സ്ഥലത്താണ്. അത് പറയണേ, എന്ത് ചോദിച്ചാലും ആദ്യം പഠിച്ചത് വിദ്യാലയത്തിൽ, പത്താം തരം വരെ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ ആദ്യം പഠിച്ചു. അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് 2 വർഷം അധികം പഠിക്കുന്ന കോഴ്സ് ഉണ്ടല്ലോ. കോഴ്സ് ഇംഗ്ലീഷ് വാക്കാണ് പോയി. പക്ഷേ എന്നാലും ചേട്ടാ ഇതൊരു ഗംഭീര പിടിച്ചു നിൽപ്പായിരുന്നു കേട്ടോ. കുറെ നേരം പിടിച്ചു നിന്നു കേട്ടോ. ഞാൻ കരുതി ഇന്ന് ഞാൻ വഴിതെറ്റി പോയതാണെന്ന്. എന്തായാലും അത് ഗംഭീരമായി. എനിക്ക് അത്രയൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റൂല. ശരി, പെട്ടെന്ന് പറയും. മൂന്നാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് പറയും ഞാൻ എന്താ പെട്ടുപോയി എന്ന്. ശരി, വീട് എവിടെയെന്ന് പറഞ്ഞ? ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ കൈയിരിക്കുന്ന സാധനത്തിന്റെ പേരറിയോ? അറിയില്ല. എന്താണ്? എനിക്കറിയില്ല. മൈക്രോഫോൺ ആണല്ലേ? ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഇല്ലില്ല, ശബ്ദം നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടാക്കും. അത് അതിനെ കൂടുതൽ വലുതാക്കി ബാക്കി എല്ലാവരെയും കേൾപ്പിച്ച് ഒരു യന്ത്രമാണ് ഇത്. ഇപ്പൊ ഏതുവരെ പഠിച്ചു? ഇപ്പൊ എന്റെ 10ാം ക്ലാസ്. 10ാം ക്ലാസ് ഇംഗ്ലീഷ്. മൂന്നാമത്തെ ചോദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ മൂന്നിൽ തന്നെ ഇത് മരിക്കുമെന്ന്. മനോഹരമായിട്ട് ഇംഗ്ലീഷ് പിടിച്ചു നിന്നു കേട്ടോ കുറേ നേരം. പിന്നെ ഇത് ഞാൻ 3 പറഞ്ഞു, 3 തന്നെ പോയി. അപ്പൊ ഇനി കുറച്ചു നേരം വിശ്രമിക്കാം. ദേ അവിടെ. താങ്ക് യു. സിറാജേട്ടൻ കൂടെ അവിടെ ഇരിക്കുന്നില്ലേ? ഇല്ല, ഞാൻ അവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അശ്വതിയുടെ അടുത്ത് പറയാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞില്ലേ കൊതുവിന്റെ ശല്യം കാരണം മാത്രമല്ല, ഞാൻ പുതിയൊരു വീട് വെക്കാനായിട്ട് ഒരു പാർട്ടിയെ ഏൽപ്പിച്ചു. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഇന്ന് എന്നെ കാണാനായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കൊടുത്തിട്ട് പോകാറുണ്ട്. ശരി, എന്നപ്പോ എവിടെയായിരുന്നു? ഞാൻ വീട്ടിലായിരുന്നു. ആരാ വീട്ടില്? എന്റെ വീട്ടില്. ഞാൻ എന്റെ വീട് പണിയാനല്ലേ നിന്നെ ഏൽപ്പിച്ചിരുന്നത്. അതിന്റെ കാശ് മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. നീ കാശ് മാത്രമല്ലേ മേടിച്ചോണ്ട് പോകുള്ളൂ, വീടിന്റെ പണിയൊന്നും നടക്കണില്ലല്ലോ. എന്ത് നടക്കണം? എനിക്ക് എന്ന് പാല് കാച്ചാൻ പറ്റും? ഒരു വ്യാഴാം തീയതി. വ്യാഴാം തീയതി? 7ാം തീയതി വ്യാഴാഴ്ച. വ്യാഴാം തീയതി. ഇനി അത് മാറ്റമില്ലല്ലോ? ഒരു മാറ്റമില്ല. ഇതിന്റെ ഇടയിൽ ഞാൻ വന്ന് നോക്കിയപ്പോ നിന്നെ 3-4 ദിവസം കണ്ടില്ലല്ലോ, ഒരാഴ്ച. അത് ഞാൻ ചങ്ങനാശ്ശേരി കോഴിക്കോട് പണിയാൻ പോയിക്കായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ കോഴിക്കോട് പണിയാൻ പോയോ? കോഴിക്കോടല്ല, കോഴിക്കൂട്. എന്നിട്ട് അത് പണിയാൻ ചെന്ന് ഞാനൊരു ശിഷ്യനും കൂടെ പോയത്. കോഴിക്കോട് ഞാൻ കോഴിക്കോടിന്റെ അകത്ത് നിന്ന് പണിയാണ്. അങ്ങനെ പല കടിച്ച് കൂട്ടി കമ്പിളിച്ച് മറിച്ച് ആ ചക്രം കാണാനല്ലോ. പിന്നെ അതെന്താ അവൻ അവിടെ പോയി? അവ ക്രിക്കറ്റ് കളി കാണാൻ പോയിരുന്നു. അയ്യോ, അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് അതിനകത്തിരുന്ന് പണിതീർന്ന്. പിന്നെ 2 ആഴ്ച ഞാൻ പുറത്തിറങ്ങിയത്. അതെന്താ? ആകെ കോഴിക്കിറങ്ങാൻ ഒരു വാതിൽ മാത്രമേ വെച്ചോളൂ. ഞാൻ അതിന്റെ അകത്തായി പോയി. നീ അതിനകത്തിരുന്നിട്ടാ പണി നടന്നത്? പിന്നെ ഓണർ വന്ന് വേറെ മരപ്പണിക്കാരനെ കൊണ്ട് തല്ലിപ്പൊളിച്ചൊക്കെ എന്റെ അകത്ത് കയറ്റിയത്. ഓക്കെ, ഇപ്പൊ എന്റെ വീടിന്റെ പണി ഏതുവരെയൊക്കെ ആയി? ടൈലിന്റെ പണി കംപ്ലീറ്റ് ആയോ? ഇല്ല, അപ്പോഴേ മരപ്പണി തുടങ്ങിയത്. മരപ്പണി കംപ്ലീറ്റ് ആയോ? അപ്പോഴേ നമ്മൾ പൈപ്പിന്റെ പണി അകത്ത് ബാത്റൂമിൽ തുടങ്ങിയത്. പൈപ്പിന്റെ പണി കംപ്ലീറ്റ് ആയ? അപ്പോഴല്ലേ വാർക്കല്. എന്റെ ദൈവം, ഈ ടൈലിന്റെ പണി ചെയ്യുന്ന ആളെ കൊണ്ടാണോ നീ വാർക്കപ്പണിയും ചെയ്യിപ്പിക്കുന്നത്? അപ്പൊ നല്ല മിനുസം ഉണ്ടാവും, അതുകൊണ്ടാണ്. എനിക്ക് വയ്യ. ശരി, നീ ഒരു പണിയും തീർക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ കാശ് വാങ്ങുന്നു. മൊത്തം എത്ര കാശ് എൻ്റെ ഓർമ്മയുണ്ടോ? മൊത്തം ഇപ്പൊ അത് തുടക്കം മുതൽ മേടിച്ചേക്കണം. ആ തുടക്കം മുതൽ വാങ്ങിച്ചേക്കുന്നത് അത് പൈറ്റിക്കാല്, മുക്കാല്, കക്കാല്. നീ കക്കലാണെന്ന് എനിക്കറിയാം. കക്കലിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എപ്പോഴും നിനക്ക് കക്കലല്ലേ ഓർമ്മ വരും? ഇത് പഴയ കണക്കാണ് ഞങ്ങളുടെ. അതൊന്ന് പറയും, പഴയ കണക്കൊന്ന് പറയും. അത് ഇത് ഒരു 12.5 ലക്ഷം മിനുസം വരും. മിനുസം? അതെന്താ മിനുസം? പഴയ കണക്കാണ്, ചില്ലറ. ചില്ലറ. അപ്പൊ അത്രയും വരും. മൊത്തം എന്റെ 57 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. വീടെല്ലാം കംപ്ലീറ്റ് ആക്കി. ഇപ്പൊ എത്ര രൂപ വേണ്ടത്? ഇപ്പൊ 5 ലക്ഷം. 5 ലക്ഷം? ഇത് ആർക്കാണ് 5 ലക്ഷം? ഫ്രണ്ട് ഡോറിന്റെ കൊത്തുപണി നടന്നോണ്ടിരിക്കുക, കളങ്കളം ഡിസൈൻ. നീ ഇത് കൊത്തി ഇപ്പൊ വീട് കംപ്ലീറ്റ് കൊത്തി വെക്കുകയാണ്. അത് അപ്പുറത്തൊക്കെ പൂക്കളം അടിച്ചേക്കണം, ഫ്രണ്ടിൽ കളങ്കളം വേണം. അവസാനം ഇത് കുളം ആവരുത്, ഈ കളങ്കളം അടിച്ചടിച്ച് പറഞ്ഞു വെക്കാം. വ്യാഴാം തീയതി പാല് കാച്ചണം. എന്നാ പൈസ ഞാൻ പോട്ടെ. അശ്വതി, ആ ക്യാഷ് കൊണ്ടുവരൂ. റിസപ്ഷനിസ്റ്റ് ആണോ? അല്ല, അങ്കർ. അങ്കറാണ്. വല്ല അലമാരി തൂക്കിടാൻ പാടില്ലേ? അതല്ല, ഇത് വല ഒന്ന് ഈ വിവരദോഷിയാണോ ചേട്ടൻ കെട്ടിട പണിയെ? അത് അറിഞ്ഞില്ല. നിങ്ങൾ വീട് അങ്ങനെ കയറി പണിതോ? ഇല്ല. കാര്യം ആര് വീട് പണിതാലും ഇത് ഇല്ലാതാക്കും. പക്ഷേ എന്റെ വീടെങ്ങാനും ഇങ്ങോട്ട് നോക്ക്, 5 ലക്ഷം രൂപ ഇതിനകത്തുണ്ട്. ഒരു രൂപ പോലും പാഴാക്കരുത്. അറിയാലോ, ഒരാളെ വിശ്വസിക്കരുത്. ഇവിടെ കള്ളന്മാരുള്ള ഏരിയ ആണ്. ഒരാളെ പല വേഷത്തിലായിരിക്കും കള്ളന്മാർ വരുന്നത്. എന്റെ അനുഭവം അറിയാലോ. എന്റെ ഇന്റിമേറ്റ് ആയിട്ട് എന്റെ കൂടെ കൂടി ഒരുത്തൻ തിരുവനന്തപുരത്തുള്ള ഒരുത്താണ്. ഭയങ്കര ഇങ്ങനെ കയറി വന്നിട്ട് അവസാനം 40 ലക്ഷം രൂപ പറ്റിച്ചോണ്ടാ പോയത് അവൻ.
അവന്റെ കുടുംബം വെണ്ണീറായി ചാരമായി പോട്ടെ. നീ എന്തിനാ ഈ പ്രാവണ? അല്ല, ഒരു കോറസിന് വേണ്ടി ചേട്ടൻ സപ്പോർട്ട്. ആ സപ്പോർട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനും നിന്നെ പ്രാവേണ്ടുള്ള ഇട വരുത്തരുത്. അങ്ങനെ ഞാൻ എന്റെ കാശിനെല്ലാം കറക്റ്റ് കണക്കായിരിക്കണം. പിന്നെ ഈ പരിസരം മോശമാണ്, അതുകൊണ്ട് ഈ തോക്കും കൂടെ വെച്ചോ. ലൈസൻസ് എന്റെ പേരിലാണ്. ആരെങ്കിലും പറഞ്ഞ ഈ മുട്ടിന് താഴ്ത്തി അങ്ങ് വെടിവെച്ചോ. ഇതിന്റെ സുഷിലോടെ സുശീലോ? എടാ ഇതാണത് കേട്ടോ. ഇത് ട്രിഗർ. ഫിഗറാ? ഫിഗർ അല്ലടാ, ട്രിഗർ. അതായത് ഇങ്ങനെ ഒരു വളച്ചൊരു സാധനം ഇല്ലേ, ഇതിലിങ്ങനെ കൈ ഇങ്ങനെ കയറ്റിയിട്ട് മുട്ടിന് താഴെ വെച്ചിട്ട് ഇങ്ങനെ ഒരൊറ്റ പടി. ഇപ്പൊ വെക്കരുത്, ഇതായിരിക്കണം കേട്ടോ. ഇതൊക്കെ എന്തിനാ എന്നോട് പറയണത്? എന്റെ പൊന്നു മോനെ 5 ലക്ഷം രൂപ കള്ളന്മാരുണ്ട്, ആരും വിശ്വസിക്കരുത്. ഞാൻ ടാക്സി വിളിച്ചു പോകും. ടാക്സി വിളിച്ചു പോകും. എന്നിട്ടാണ് തന്റെ കോയമ്പത്തൂർ നടന്ന സംഭവം അറിയാം. ടാക്സിക്കകത്ത് കയറ്റിട്ട് നേരെ അവിടെ കൊണ്ടിറത്തിട്ട് കഴുത്തറുത്തിട്ട് ആ കാശ് കൊടുത്തോണ്ട് പോകും. ബസ്സിൽ പോയാലോ? ബസ്സിലൊന്നും പോകരുത്. തട്ടിമുട്ടിയൊക്കെ ഇരുന്നിട്ട് അവസാനം ഇങ്ങനെ അരവച്ച അറുത്തെടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വീട്ടിൽ പോകും? വീട്ടിൽ പോകാൻ പറ്റില്ല, തല കാണൂല, വീട്ടിൽ പോകാൻ പറ്റില്ല. കാല് വീട്ടിൽ കൊണ്ടിരുന്നില്ല, ഭാര്യ വഴക്കുറയും. അതെന്താ? അവള് മേടിച്ചെന്ന പുതിയ ചെരുപ്പ് ഇത് കൊണ്ടില്ല, അവളെ തല്ലും. അപ്പൊ ഈ ചെരുപ്പക്കാന്ന് വീട്ടിൽ എത്തണമെങ്കിൽ വളരെ സൂക്ഷിക്കണം. 5 ലക്ഷം രൂപയാണ് ഇതിനകത്ത്. ആണോ? കേട്ടോ പരിസരം ഞാൻ പോവണം, വളരെ സൂക്ഷിച്ചോണ്ട്. ഇനി കാശ് തരത്തില്ല. 7-ാം തീയതി. അതല്ല 7-ാം തീയതി അല്ലേ? 7-ാം തീയതി. തോക്ക് ഇങ്ങോട്ട് മാറ്റി സൂക്ഷിക്കണം കേട്ടോ. 5 ലക്ഷം രൂപ. പിന്നെ കള്ളന്മാര് ഇതിന്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? ഇയാളെന്താ ഭൂമി കേറടിച്ചു വന്നോ? മുട്ടിന് താഴെ വെടിവെച്ച കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്? എന്റെ ശവത്തെ ചവിട്ടിട്ട് 5 ലക്ഷം കൊണ്ട് പോകുള്ളൂ. ഇതിപ്പോ എങ്ങനെ പോകും ഇവിടുന്നൊന്ന്? ചേട്ടാ, ചേട്ടോ. ഇതൊരു ചൂടാണല്ലേ. ഞാൻ ഫാൻ എടുത്തോണ്ട് തന്നെ. മഴ ഇത്തവണ ഭയങ്കരമായിട്ട് കുറവാണ്. ഞാൻ വാനനിരീക്ഷകനൊന്നുമല്ല. അല്ല, ഞാൻ പൊതുവേ ഒരു നാട്ടുകിടപ്പ് പറഞ്ഞതുള്ളൂ. നാട്ടുകിടപ്പെന്ന് വെച്ചാൽ തന്റെ നാട് വേറെ അല്ല, എന്റെ നാട് വേറെ. ഞാൻ തന്റെ നാട്ടിലുള്ള ആൾക്കാരോട് പറഞ്ഞ നാട്ടുകിടപ്പ്. ഇയാളെന്താ എല്ലാത്തിനും വട്ടം പറയണത്? പൊട്ടം പൊട്ടം ഷർട്ട് ഇട്ട് കക്കാൻ വന്നേക്ക് പൈസ കൊല്ലി ഞാൻ. താൻ്റെ മനുഷ്യരെ കണ്ടിട്ടില്ലേ? എന്തൊരു മണം, ചീഞ്ഞ മണം. ഇത് വലിച്ചെറിയാൻ തോന്നണം എനിക്ക്. എന്താണ് ബാഗിൽ? എന്താണ്? ഉണക്ക ചെമ്മീനാ. അയ്യേ, അതൊക്കെ ബാഗിലിട്ടൂടെ നടക്കുന്നതിനാണ്. താറാവിന് കൊടുക്കാനാ. താറാവിനാ? ഉണക്ക ചെമ്മീന? ഭയങ്കര മണം. അങ്ങനെ നീങ്ങുന്നു. അടുത്ത ആഴ്ചേ പെങ്ങളുടെ കല്യാണമാണ്. അയ്യോ, അത് ഞാൻ വന്ന അത് നടത്തി തരാൻ. എന്റെ വീട്ടിലല്ലേ? ഞാനൊരു നാട്ടുവിശേഷം പറഞ്ഞുള്ളൂ. പിന്നെ ആരാണ് നാടോടിയോ? നീങ്ങിന്നേ നീങ്ങിക്ക്. എടോ, ഞാനിവിടെ നിൽക്കണത് തനിക്കെന്താ പ്രശ്നം? അപ്പേ അവിടെ 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 എന്ന് പറ. പെങ്ങളുടെ കല്യാണമായിട്ടേ 2 ലക്ഷം രൂപ ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കി വെച്ചിരുന്നു. 2 ലക്ഷം രൂപ ചീട്ട് കളിച്ച് പോയത്. പൈസ പോയാ? ഇനി ആരെ കൊന്നിട്ടായാലും വീട്ടില് 2 ലക്ഷം രൂപ കിട്ടാണ്ട് ഞാൻ വീട്ടിൽ പോവില്ല. ഭഗവാൻ, അപ്പൊ ഇവന് ഈ പൈസ കൊണ്ടുപോവോ? ഈ 2 ലക്ഷം രൂപയല്ലേ ആവശ്യമുള്ളൂ? 2 ലക്ഷം രൂപ മതി. 2 ലക്ഷം രൂപ ഉള്ളവരല്ലേ കൊല്ലുള്ളൂ. 5 ലക്ഷമൊക്കെ വന്നാ അങ്ങനെ ശ്രദ്ധിക്കൂല്ലേ? 5 ലക്ഷം രൂപ ഉള്ള ആളറിയാമോ? എനിക്ക് അല്ല, വീട്ടിൽ കഞ്ഞി വെച്ചിട്ട് 5 ആഴ്ചയായി. എനിക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കളൊന്നുമില്ല. പിന്നെ ഈ മൂത്തമ്മേടെ പനി പിടിച്ച് 5 ദിവസം കഴിഞ്ഞപ്പോ ചത്തുകയും ചെയ്തു, ഭക്ഷണം ഇല്ലാണ്ട്. അയ്യോടാ. കൊച്ചിനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഫീസ് ഇതൊക്കെ എന്നോട് പറയണത് നമ്മുടെ ഇല്ലായ്മ അറിഞ്ഞിരിക്കണമല്ലോ നിങ്ങളൊക്കെ. എനിക്ക് ചേട്ടൻ തരണ്ട. ഞാൻ 2 ലക്ഷം ഉള്ളവരെ ഞാൻ തട്ടിക്കോളാം. തട്ടാൻ വരെ ഞാൻ തയ്യാറാണ്. കാരണം പിടിവിട്ട് നടക്കണേ ഞാൻ. 2 ലക്ഷം ഇല്ലാണ്ട് എനിക്ക് എന്റെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. നാറ്റ ഇതിന്റെ ഭയങ്കര നാറ്റം. എന്തിന്റെ? ഈ ചെമ്മീനെ. അപ്പൊ ആ ബാഗ് എടുത്ത് വേണ്ട വേണ്ട, അതങ്ങനെ എടുത്ത് കളയി. വേണ്ട, ആൾക്കാർ പരിസരം വൃത്തികേടാക്കിന്ന് പറഞ്ഞു. ഇനി സ്വച്ഛ് ഭാരത്. സ്വച്ഛ് ഭാരതാ? എടോ, സ്വച്ഛ് ഭാരത് എന്തായാലും ചീഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളിത് മനുഷ്യരെ കാണാത്ത പോലെ ദേ അവിടെ പോയിരിക്കണ്. ഒരു താനും കൂടി വന്നേ.
ഇങ്ങ് വന്നേ. ഭയങ്കര ചീഞ്ഞ മണം എന്നെ. എന്നാ പിന്നെ അവരുടെ ഇടയിൽ പോയി ഇരിക്കണ ഇയാൾ ഇങ്ങോട്ട് വാ. ഇവന് ഇച്ചിരി ചീഞ്ഞതാ. താൻ പോയേ. വേറെ ചേട്ടാ, ഒരു ഉപകാരം ചെയ്യും, ഒന്ന് ഇങ്ങ് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഏയ്, എന്താ ചേട്ടന്റെ മാറ്. എടോ, താൻ ഇങ്ങോട്ട് വാടോ. എന്താന്ന് തന്റെ പരിചയത്തിൽ പൈസ കയ്യിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ പറഞ്ഞില്ലേ? അല്ല, കഴുത്തിരിച്ച് കൊന്നിട്ട് എനിക്ക് 2 ലക്ഷം രൂപയില്ലാണ്ട് എന്റെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല ചേട്ടാ. ചീട്ട് കളിച്ച് പോയി എന്റെ കയ്യിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ല, എന്റെ മൂത്ത കൊച്ചിന് കരപ്പം വന്നിട്ട് ഇപ്പോഴും മരുന്നിന് കൊണ്ടുപോയിട്ടില്ല. അതെന്നോട് പറയണം. ഇതല്ലല്ലോ ഞാൻ പറഞ്ഞത്. എന്താണത് സംഭവം? 8 വർഷം എന്ത് കുംഫു പഠിച്ചതാ. അരെ കുഷ്ബുവാ? കുഷ്ബു അല്ല, കുംഫു. ചേട്ടാ, കുൻഫു ആണെന്ന്. 8 വർഷം. ആണാ? ഈ ഒറ്റ വിരലിലൊക്കെ തലയും കുത്തിയിരിക്കും ഞാൻ. ആ, ഒരു 150 പിള്ളേരുണ്ട്. 150 പിള്ളേരെ തന്നേണ? എനിക്ക് പിള്ളേരുള്ള കാര്യമല്ല പറഞ്ഞത്. 150 ശിഷ്യന്മാരുണ്ട്. ശിഷ്യന്മാരുണ്ടെന്ന്? ആ, ഏതിലെ വന്നാലും തടുക്കും ഞാൻ. എന്ത് കുൻഫു പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കണ്ണിലിട്ട് ഒറ്റ കുത്തൂത്തി എല്ലാ കുൻഫിന്റെ പണി തീരും. ഞാൻ ബ്ലോക്ക് ചെയ്യും. എങ്ങനെ ബ്ലോക്ക് ചെയ്യും? കുത്തിക്കാതാൻ. കണ്ണിലിട്ട് ഞാൻ എന്റെ കുത്തും. കണ്ടിട്ട് കുത്ത്. ലാസ്റ്റ് കരയരുത്. ഇല്ല, താൻ കുത്തുന്നേ. നോക്കാം. ആ, വാ. ഇത് ഉക്കിരട്ടേക്ക് എനിക്ക് വെറുതെ 8 വർഷം കുംഫു പഠിച്ചത്. എന്നാ എനിക്ക് കുൻഫു പഠിക്കണം. എന്റെ കണ്ണിലിട്ടൊന്ന് കുത്തോ? ബ്ലോക്ക് ചെയ്യോ? ബ്ലോക്ക് ചെയ്യും. പന്നി നിന്നെ ശരിയാക്കി തരടാ. ബ്ലോക്ക് ചെയ്തോ? ബ്ലോക്ക് ചെയ്യും. ഓ, എന്റെ 2 ലക്ഷം രൂപയും പോയി, 2 കണ്ണും പോയി. ചെല്ല് ചെല്ല്. താൻ എന്തുട്ട് മനസ്സിലാടോ? ഓ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം എന്റെ 5 ലക്ഷം രൂപ ആരെങ്കിലും അടിച്ചുകൊണ്ട് കൂടെ പാട്. ഇതേതാണ് ഈ തണൽ മരം? തീപ്പെട്ടി തരൂ. എന്തോ തീപ്പെട്ടി തരൂ. ഞാൻ പെട്ടിക്കടയൊന്നും അല്ലല്ല. തീപ്പെട്ടി ഒന്നും എൻ്റെ ഇല്ല, അതുകൊണ്ടാണ് വലിക്കാനായിട്ട്. ആ, അവിടെ നിന്നായി, അവിടെ നിന്നായി. തട്ടിപ്പറിച്ച് പിടിക്കാതെ പിടി തന്റെ ലൈറ്റ്. ഞാൻ വലിക്കളില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ എന്തായാലും കാണിച്ച ഇവിടെ കിടന്ന്. അല്ല, എന്തോ മാതിരി ഒരു കുറെ നേരം ഞാനുമായിട്ട് ഇന്ന് സംസാരിക്കുമ്പോൾ അതങ്ങ് മാറും. ശീലമായിക്കോളൂ. എന്താ കുഴപ്പം? എന്താ ഗിന്നസ് ബുക്കിൽ കയറാനായിട്ട് നോക്കിയതിന്റെ? ഇങ്ങനെ ചുരുണ്ടു കുത്തിയിട്ടാണ് ഗിന്നസ് കയറുന്നത്? അതല്ല, ഗിന്നസ് ബുക്കിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ, അങ്ങനെ ആൾക്കാരും ക്യാമറമാനെ എല്ലാം വിളിച്ചിട്ട് ഒരു പ്രാവശ്യം വൈക്കോൽ കൂനൊക്കെ അകത്തിരുന്നു. ആ, അകത്തിരുന്ന് കത്തിച്ച് എന്നിട്ടാ കരിഞ്ഞു പോയി. ഇങ്ങനെ ആയിപ്പോയാ? ഇങ്ങനെ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പം വലിയ 2 50 നിലയുടെ ബിൽഡിങ്, അകന്ന് നിൽക്കുന്ന 2 വലിയ 50 നില ബിൽഡിങ്ങിന്റെ, ഈ ബിൽഡിങ്ങിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കയറിയിട്ട് വീണ്ടും ആൾക്കാർ മൊത്തം വിളിച്ചു. എന്നിട്ട് അതിന്റെ മേളിൽ കൂടെ ഞാൻ നടന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ അടുത്തെത്തിയപ്പം കുറെ കാക്ക വന്ന് കൊത്തി താഴെ പോയി. താഴെ പോയിട്ട് പിന്നെ 9 മാസം ഗോവയിൽ എവിടെ? ഗോവയിൽ അതിനാ ടൂർ പോയിച്ചാ? ടൂർ പോയതല്ലേ, ആശുപത്രിയിലൊക്കെ അപകടാവസ്ഥയിൽ കിടക്കൂല ഇങ്ങനെ. അത് കോമ. എന്തൊരു കുന്തമാണേലും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ആൾക്കാരെയൊക്കെ വീണ്ടും വിളിച്ചു കൂട്ടി. ഇലങ്കേവി ലൈനില്ലേ, അതിനകത്ത് കയറി പിടിച്ചു. എന്നിട്ടാ മുടിയെല്ലാം ഇങ്ങനെ ആയി, കോലമായി. എന്നിട്ട് പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ വരും. അത്രേ ഉള്ളൂ. വേറെ അപ്പൊ എന്താ പറഞ്ഞു വന്ന മനസ്സിലായില്ലത് ആണോ? അപ്പൊ അങ്ങനെ കാര്യം ചോദിക്കട്ടെ. അല്ല, ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു അസുഖമൊക്കെ വെച്ചിങ്ങനെ നടക്കാതെ ഇതിന് ആശുപത്രി കൊണ്ട് മരുന്ന് മേടിക്കാൻ പാടില്ലേ? അയ്യോ, 4-5 ലക്ഷം രൂപ വേണം. 4-5 ലക്ഷം രൂപ. എവിടുന്നേലും അല്ല ഓടാതെ പോരും. ഒരു കാര്യം പറയട്ടെ, 4-5 ലക്ഷം രൂപ വേണം. എവിടുന്നേലും ഒപ്പിക്കാം. അത്യാവശ്യം കുറച്ച് ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തോണ്ടിരിക്കുക. എവിടുന്നേലും അത് ഒക്കാതെ എവിടെ പോകാനല്ലേ? അത് ഈ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശരി, പറഞ്ഞ പോലെ. ഓ, പൈസ ഇതെങ്ങനെ എന്റെ ബാഗ് എന്തെങ്കിലും എങ്ങനെ വന്നു? ഇതെങ്ങനെ വന്നെ? ഈ ബാഗ് പറഞ്ഞു കയറും അങ്ങനെ? അയ്യോ, എന്റെ പൊന്നു മാഷെ, അറിഞ്ഞില്ല, അറിയാതെ അബദ്ധം പറ്റിപ്പോയതാ. അറിയാതെ ഇത് ഉണക്ക ചെമ്മീനാണ്, ഇതിനകത്ത് കാശൊന്നും ഇല്ല സുഹൃത്തെ.
എന്റെ ഭഗവാനെ ക്ഷമിക്ക ഞാനൊന്നും മിണ്ടല്ല, ഞാൻ വേണ്ട. കാല് പിടിക്കാം വേണ്ട. ഞാൻ കാല് പിടിക്കാം ക്ഷമിക്കേ. ഒരു ചെറുപ്പം കാല് പിടിക്കാം. നാളെയില്ലേടോ റോഡിൽ നിക്കർ വിട്ടോണ്ടിരിക്കാം. അയ്യോ. ഒരു മഹാനായ മനുഷ്യൻ ഉടുക്കടോ ഉടുത്തോണ്ടില്ലേ നാളെ ഇത് അറ്റോടെ തുമ്പോടെ അറിയാൻ പറ്റണല്ലോ. ബാഗ് അകത്തിരിക്കട്ടെ. ഇടക്കിടക്ക് ഈ ഇടയ്ക്കായിട്ട് എന്തോ കൂടുതൽ പോലെ ഫീൽ ചെയ്യുന്നു. ഇടക്കിടക്ക് അങ്ങ് മൈൻഡ് ആയിട്ടാവുക. ഉണ്ട്, കാശുണ്ട്. ബഹളത്തിനട അത് പോയി ഓർത്തത്. ഓട്ടോ വിളിച്ചാണെങ്കിൽ വീട്ടിൽ പോയാൽ മതിയായിരുന്നു. ഇത് അങ്ങോട്ട് ചോദിച്ചാ എല്ലാം കിടന്നത് അയ്യേ അയ്യേ അമ്മ എന്ന് പറഞ്ഞു അലർണത്. ഞാൻ പട്ടാളക്കാരനാ, മനസ്സിലായോ? പട്ടാളക്കാരാണ് ഈ വേഴ്സ് തന്നത്. ഒരു പട്ടാളക്കാരൻ തൊടാൻ പോകുമ്പോൾ മാറി നിൽക്കാനാ. ഏതാ അതിന്റെ ഈ ഏരിയ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. അല്ലേ ഹേമന്തല്ലേ? അയ്യോ എല്ലാരും ഉണ്ടല്ലോ. ഹേമന്ത് സിനിമയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു പട്ടാളക്കാരനായിരുന്നു. 10 കൊല്ലം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിച്ച ആളാ. പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലായിരുന്നു. എന്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു പാകിസ്ഥാനിലെ ഒരു പട്ടാളക്കാരൻ, പേര് കൃഷ്ണൻകുട്ടി നായർ. പിന്നെ ഉഗ്രപേര. ഞാൻ എന്തേലും കഴിച്ച അതിർത്തി അപ്പുറത്തോട്ട് വാരി കൊടുക്കും, അയാൾ എനിക്ക് വരും. അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ പല്ല് തേച്ചോണ്ടിരുന്നിട്ട് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ഒന്ന് തുപ്പി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നേരെ തോക്കെടുത്തിട്ട് ഒറ്റ വെടി അങ്ങോട്ട് കൊടുത്ത്. ബ്രഷ് വേറെ ആള് വേറെ ചത്തുപോയി. സല്യൂട്ട് അടിച്ചിട്ട് പോന്നു. അങ്ങനത്തെ ഒരു പട്ടാളക്കാരനെ രാജ്യത്തോട് സ്നേഹമുള്ള ആ പട്ടാളക്കാരൻ. ഞാൻ അവന്റെ അടുത്തോട്ട് ഇരുന്നപ്പോ അവന് അറപ്പ്. എന്താണ് എന്തുവാ ഞാൻ ശരിക്കും ഒരു പട്ടാളക്കാരനാണെന്ന്. എന്നിട്ടാണ് ഈ വേഷത്തിൽ വന്നത്? വേഷത്തിന്റെ കാര്യമൊന്നും പറയട്ടാ. ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോളേ. അപ്പൊ ഇപ്പൊ പട്ടാളത്തിലല്ലേ? ഇപ്പൊ പട്ടാളത്തിലല്ല, റിട്ടയർഡായോ? പിന്നെ റിട്ടയർഡ് ആയൊന്നുമല്ല. പട്ടാളത്തിൽ വെച്ച് മേജറിന് എന്നോട് ചെറിയൊരു കലിപ്പുണ്ടായിരുന്നു. മേജറിന് എന്നോട് ചെറിയൊരു കലിപ്പുണ്ടായിരുന്നു. ഏത് ശേഖർ? ശേഖറല്ല, മേജർ. മേജർ. ആ അപ്പൊ അവിടെ വെച്ച് ഞാൻ ചെറിയ ബന്മാൻ ഷോ ഒക്കെ ചെയ്യുമായിരുന്നു, മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ മോഹൻലാലിനൊരു അവാർഡൊക്കെ കിട്ടിയായിരുന്നല്ല, അംഗീകാരമൊക്കെ കൊടുത്തില്ലേ? ആ കേണൽ, ലെഫ്റ്റനന്റ് കേണൽ. അന്ന് ഞാൻ അവിടെ ഒരു ഫംഗ്ഷന് വെച്ച് ലാലേട്ടന്റെ ഫിഗർ ചെയ്തു. ഈ മുഖം വെച്ചാ? പിന്നെ വേണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. സാഗർ ഏലിയാസ് ചാക്കോ. അത് തന്നെ തെറ്റിച്ചാ പറഞ്ഞത്. സാഗർ ഏലിയാസ് ചാക്കോ എന്നല്ല, ജാക്കീന്നാ. കുറെ നാളായാലും ചെയ്തിട്ട് അവിടെ ഷൈൻ ചെയ്ത പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം പുള്ളിയുടെ മോന്റെ ബർത്ത്ഡേ നടക്കുകയാണ്. അന്ന് അരിഞ്ഞാണം മോഷ്ടിച്ചെന്ന് പറയുന്ന പട്ടാളത്തിൽ നിന്ന് പുറത്താക്കി 3 പവന്റെ. മോഷ്ടിച്ചായിരുന്നാ? മോഷ്ടിച്ചാന്നറിയില്ല, എന്റെ പാന്റിന്റെ പോക്കറ്റിലാണ് കിടന്നു വെച്ചത്. അപ്പൊ മോഷ്ടിച്ച് കാണില്ല. ആ എന്തോ എനിക്ക് വേറെ കുഴപ്പമുണ്ടെന്നേ. നീങ്ങിന്ന് പറഞ്ഞായി? അതല്ല, അങ്ങ് നീങ്ങിന്ന് പറഞ്ഞായി. എനിക്ക് അൽസിമേഷ്യയുടെ അസുഖമുണ്ട്. അത് ഓർമ്മക്കുറവല്ലേ? അതാ പറഞ്ഞ മോഷ്ടിക്കുമ്പോ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇടയ്ക്ക് ഞാനിത് ചെയ്യുവാ. അവിടെ നിന്ന് ഞാൻ പട്ടാളത്തിൽ നിന്ന് പോകുന്ന എനിക്ക് തോന്നുന്നു ഏറ്റുമാനൂർ ATM-ന്റെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ആദ്യം കയറി. അവിടെ വെച്ച് അസുഖം ഉണ്ടായി. ഒരു 5 ലക്ഷം രൂപ മോഷണം പോയെന്നാ പറയണത്. അത് മോഷ്ടിച്ചായിരുന്നാ? ഞാൻ കിടന്ന പായയുടെ താഴെ നിന്നാണ് പോലീസ് അത് കണ്ടെടുത്തത്. മോഷ്ടിച്ചായില്ല എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഇതെന്താണ് ഈ ബാഗിന്? പുറത്ത് മുണ്ടൊക്കെ കൊടുത്തിട്ട് ബാഗാണ്. ഭയങ്കര തണുപ്പ്, പനിക്കും ബാഗിന്. പനിക്കും ബാഗ്. അതിനുള്ളിൽ എന്താണെന്നാ ഞാൻ ചോദിച്ചത്. ഇതിനകത്ത് കാച്ചിയ വെളിച്ചെണ്ണേ. അതെന്തിനാ? എനിക്ക് ഈ പപ്പടം ഭയങ്കര ഇഷ്ടം. അപ്പൊ പോണ വഴിയൊക്കെ പപ്പടം വറുത്ത് തിന്നാൻ വേണ്ടി കാച്ചിയ വെളിച്ചെണ്ണ. പുതിയ സംഭവം ഇത്. 2-3 പപ്പടം ഞാൻ കാച്ചിക്കോട്ടെ. അയ്യോ, ഇത് വൈറ്റിൽ ചിപ്സ് വെക്കണ ചട്ടിയൊന്നുമില്ല, വല്ലവർക്കും പോണവർക്കും കാച്ചെടുക്കാനായിട്ട്. അല്ല, എനിക്ക് ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാം, വെറുതെ ഇരിക്കല്ലോ. അപ്പൊ പപ്പടം നേരെ അപ്പുറത്തെ തന്നെ കടയില്ലേ, അവിടെ നിന്ന് വാങ്ങിക്കണത് 150 രൂപ മേടിച്ചിട്ട് വരാം. അതൊന്നും വേണ്ട. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അൽസിമേഷ്യ ഉണ്ടാവും, കയ്യിലിരിക്കും. അതെ ഹേമന്തേ, ഞാൻ ഒരെണ്ണം മേടിക്കാം, കാരണം വെറുതെ ഇരിക്കല്ലോ, പപ്പടമൊക്കെ വറുത്ത് കഴിക്കാം. അയ്യോ, വൈറ്റിലെ കടയിലൊന്നും സമാധാനമായി. അപ്പൊ ഇനി ഇവിടെ തന്നെ പണി പാളും. അമ്മേ നാരായണ, KR നാരായണ, ബിജു നാരായണ. അവന്റെ അമ്മക്ക് ഇടാൻ പറ്റിയ പേരാ നാരായണൻ. മുമ്പ് കിട്ടിയത് പോരെ നിനക്ക്? അപ്പൊ ഞാൻ എത്ര വേഷം മാറി വന്നിട്ട് എന്നെ മനസ്സിലാവണ്ട? ഈടാ പ്രാന്താ, നീ എത്ര വേഷം മാറി വന്നാലും എനിക്ക് മനസ്സിലാവും. നിന്റെ കാലിലെ ഞൊണ്ട് മാറ്റമല്ല, ഡ്രസ് മാത്രമല്ലേ മാറ്റുള്ളൂ.
അതെ ആ, അതെന്താ കൈ ഇതവിടെ നോട്ടെ. അല്ല ഞാനൊരു കാര്യം ചോദിക്കാണ്ട് വന്നതാ. ചോദിച്ചു. വീട് എവിടെയാണ്? നിന്റെ വീട് എവിടെ എന്നോടാ ചോദിക്കുന്നത്? എന്റെ വീടല്ല, കോമളം. കോവളം വീടല്ല, ബീച്ചാണ് തിരുവനന്തപുരത്ത്. അതല്ല, ബസ് സ്റ്റാൻഡ്. തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡ് ഇവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് എന്താ കാര്യം? അതല്ല, ബസ് സ്റ്റാൻഡ് കോമളത്തിന്റെ വീട് എവിടെയെന്ന്. ഞാൻ പണ്ടൊക്കെ വന്നിട്ടുണ്ട്, രാത്രിയായിരുന്നു. ഇപ്പൊ എനിക്ക് ദിക്ക് മാറിപ്പോയി, അതുകൊണ്ടാ. ഇത് എന്നോട് വന്ന് ചോദിക്കാനുള്ള കാര്യം എന്താ? അല്ല ചേട്ടൻ കുറെ നേരം അല്ല ഇവിടെ പരിങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ പുള്ളിനെ കണ്ട ഒരു തൽപര കക്ഷിയാന്ന് തോന്നില്ലേ? ഓട്ടോ ഒരാളുണ്ട്. ഞാൻ ഇത്ര നേരം നിന്നിട്ട് ഓട്ടോ പോലും കണ്ടില്ല. ഇനി എന്തായാലും ഇവിടെ നിന്നെ കാശിന്റെ കാര്യത്തിൽ തീരുമാനമാവും. 2 കൽപ്പിച്ച് യാത്ര ചെയ്യാം. വന്നല്ലോ 2 ലക്ഷത്തിന്റെ ആള്. ജംഗ്ഷനിൽ പന്നി വെട്ട് കിടക്കണം. ഞാൻ പന്നിയിറച്ചി കൂട്ടൂല. അയ്യോ അതല്ല, ചീട്ടുകളി പന്നി വെട്ട്. അതിന് ഇരട്ടി ലാഭം ഉണ്ടാക്കണ ചീട്ടുകളി അവിടെ ഭയങ്കര കളിയാണ്. അയ്യോ മോൻ വെക്കോ, എനിക്ക് അത്യാവശ്യം വീട്ടിൽ പോകണം. 10 രൂപ ഇട്ടാ 20 രൂപ കിട്ടും, 100 രൂപ ഇട്ടാ 200 രൂപ കിട്ടും, 1000 രൂപ ഇട്ടാ 2000 രൂപ കിട്ടും, 1 ലക്ഷം രൂപ ഇട്ടാ 2 ലക്ഷം രൂപ കിട്ടും. ഭയങ്കര കളി. എന്തായാലും കാശിലുണ്ടായി പോയി. അല്ലെങ്കിൽ ഞാൻ കളിച്ച് കോടിച്ചോറിന ഞാൻ. അപ്പൊ 5 ലക്ഷം വെച്ചാലാ 10 ലക്ഷം രൂപ കിട്ടും. ഉഗ്രം കളിയാണ്. 5 വെച്ച് 10 കിട്ടും. ഞാനുണ്ടല്ല അതിന്റെ എക്സ്പെർട്ടാണ് ഞാൻ. പക്ഷെ എൻ്റെ അടുത്ത് കാശില്ലാണ്ടായി പോയി. കാശ് എന്റെ ബാഗിലുണ്ട്. അതിനകത്ത് ഉണക്കച്ചെമ്മീനല്ലേ താൻ പോടോ? അതെ, ഉണക്ക ചെമ്മീൻ ഞാൻ ചുമ്മാ പറഞ്ഞ, കള്ളന്മാരെ പേടിച്ചിട്ട് പറഞ്ഞ. 5 ലക്ഷം വെച്ചാൽ 10 ലക്ഷം കിട്ടുമല്ലോ. കിട്ടും. അങ്ങനെ 5 ലക്ഷം വീട് പണിക്ക് എടുത്തിട്ട് ബാക്കി 5 ലക്ഷം എനിക്ക് എടുക്കാല. ഉറപ്പാണല്ലേ? ഉറപ്പാണ്, എന്നെ വിശ്വസിക്ക്. നീ തൊടല്ലേ, എന്നിട്ട് പറഞ്ഞാ മതി. ഇത്ര ഉള്ളു ഇടക്കെ ടെക്കിരിക്കണം. എന്റെ കണ്ണില് ശ്രദ്ധിച്ചിക്ക. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോ കാശ് ഇട്ടോളണം. അത്ര ഉള്ളു കേസ്. എന്നെ ശ്രദ്ധിച്ചിക്ക. ശ്രദ്ധ പതറി പോരുത്. നേരത്തെ എന്റെ ശ്രദ്ധ പതറിയത് കൊണ്ടാണ് 2 ലക്ഷം എന്റെ പോയത്. ശ്രദ്ധിച്ചിരുന്നാ മതി. ഉറപ്പായിട്ട് കിട്ടുമല്ലോ അല്ലേ? സുഹൃത്തെ 10 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കി തരാം. പൊക്കോട്ടെ, വിശ്വസിക്കാമോ അവനാ? കണ്ട അവര് പറഞ്ഞിട്ടില്ലേ? വാ. അപ്പൊ ഈ 5 ലക്ഷം എനിക്ക് 10 ലക്ഷം. എന്തു പറ്റി? ഞാൻ അവിടെ ചെന്നപ്പോഴേ വഴിയിൽ എസ് ഐ നിൽക്കുന്നു. ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്ന് തൊഴുതതാ. മൈൻഡ് ഔട്ടായി. പുള്ളിയെ നരസിംഹം വലിച്ചു കീറണ്ടേ? ഞാൻ അതുപോലെ വലിച്ചു കീറി മടിയിൽ വെച്ച് ഒറ്റായിട്ട്. കോടതി കൊണ്ടുപോവാ, ചിലപ്പോ തൂക്കിക്കൊല്ലൂന്നാ പറയും. അവര് തൂക്കണ്ട, കയറിട്ടാ മതി. ഓക്കെ, പിടിച്ചോ, ഇതാ കറക്റ്റ്. എന്താണ് സംഭവം? ഒന്നും പിടിയിട്ടില്ല. അതല്ല, ഇത് പറ. ഈ 5 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷം കിട്ടുന്ന ഉറപ്പാണല്ലോ? ഉറപ്പാണെന്ന്. അത് 2 ലക്ഷം ഞാൻ എടുക്കും. ഈ 5 ലക്ഷം കൊടുത്തിട്ട് 10 ലക്ഷം കിട്ടുമ്പോ അതിന് TDS കട്ട് ചെയ്യോ? അതൊന്നും കട്ടിയൂല. കറക്റ്റ് കാശ്. സുരേട്ടന്റെ വീടിന്റെ പണിയാണ്, പുള്ളി കട്ട് ചെയ്യാറുണ്ട് എന്റെ പൈസ. TDS ആണ് നമ്പർ. അത് പറ്റിക്കണ പുള്ളി. ധൈര്യമായിട്ട് നിന്നോ. കാശുണ്ടല്ലോ അല്ലേ? കാശുണ്ട്. ഉറപ്പാണോ? ഉണക്ക ചെമ്മീൻ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. അപ്പൊ ഞങ്ങൾ പോയി കളിച്ചിട്ട് വരാം. എന്റെ കണ്ണില് ശ്രദ്ധിച്ചു. വലത്തെ കണ്ണാണോ എടുത്ത കണ്ണാണോ? ഈ കണ്ണ്. ഞാൻ കുത്തിയ കണ്ണാകുമ്പോ വെറുതെ അടയുമായിരുന്നു. ഇല്ല, അടിപൊളി കളിയായിരുന്നല്ലേ? കാശ് എന്ത് ചെയ്യുന്നു? കാശ് നിന്റെ കാശ് പോയി. എനിക്ക് 2 ലക്ഷം രൂപ കിട്ടി. അല്ല, അപ്പൊ എന്റെ 5 ലക്ഷം വെച്ചിട്ട് കളിച്ചിട്ട് ബാക്കി എനിക്ക് 10 ലക്ഷം തരുന്നോണ്ട് ഇവിടെ പൊട്ട നിന്നോട് ഞാൻ പറഞ്ഞ എന്റെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കണമെന്ന്. നീ കണ്ണടച്ചപ്പോഴത്തേക്കാണ് ഞാൻ കാശ് ഇട്ടത്. അത് കണ്ണി പൊടി പോയപ്പോഴല്ലേ ഞാൻ ഇങ്ങനെ കാണിച്ചത്. അപ്പൊ നീ ഉള്ള കാശ് മുഴുവൻ അങ്ങോട്ട് ഇട്ട്. അപ്പൊ ഞാൻ ഇടലടാ എന്ന് കാണിച്ചപ്പോ ഉള്ള കാശ് മുഴുവൻ നീ ഇട്ട്. അല്ല, അപ്പൊ ഇപ്പൊ ഞാൻ ഈ 5 ലക്ഷത്തിന് എന്ത് ചെയ്യും ഇനിയിപ്പോ? അത് പോയി. ഞാൻ 2 ലക്ഷം കൊണ്ട് നമുക്ക് ഇനിയും കളിക്കാം. ചീട്ട് കളിക്കണം, കുന്നുകളെ ഞാൻ. എടാ, ഈ ലോകത്ത് മനുഷ്യനെ നശിപ്പിക്കണ കളിയാണ് ചീട്ടുകളി. മനസ്സിലാവണ്ട? ഇപ്പൊ കളിച്ചാപ്പ അതെനിക്ക് എന്റെ കാശ് പോയിട്ടല്ലേ, ഇതെനിക്ക് കിട്ടി. എനിക്ക് വീട്ടിൽ പോയിട്ട് നീ എന്റെ പെങ്ങളുടെ കല്യാണം. അല്ലെന്നേ, അപ്പൊ ഞാനായി 3ാമത്തെ കളിക്കിട്ട കാശല്ലേ ഇത്? 3ാമത്തെ കളിക്ക് 18ാമത്തെ കളിക്കാണ് എനിക്ക് കാശ് കിട്ടിയത്. അന്നേരം ഞാൻ പറഞ്ഞു ഈ കളി അടിച്ചു കഴിഞ്ഞാൽ ഈ കാശ് എന്റെ ഉണ്ട്. അപ്പൊ അതിൽ എന്റെ മോഡറേഷൻ എവിടെ? മോഡറേഷൻ ഞാൻ പറഞ്ഞൊക്കെ തെറ്റിപ്പോട്ട്. നീ ഒന്ന് കറക്റ്റ് കാര്യം പറ. നിന്റെ കാശ് പോയി, അത്രേ ഉള്ളൂ. എനിക്ക് 2 ലക്ഷം രൂപ വീട്ടിൽ ഞാൻ കൊണ്ട് പോയിണ്. അങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവണം. അപ്പൊ നമുക്ക് പറ്റണേ കല്യാണം കൂടെ അടുത്ത ആഴ്ച, ഞായറാഴ്ച കളി. താൻ ഇതുവരെ പോയില്ലേ? അല്ല, നല്ല ശുഭമുഹൂർത്തം കിട്ടിയിട്ട് പോകാൻ നിൽക്കുന്നു. അതെന്താ, കല്യാണം കഴിക്കാനാണോ പോകുന്നത്? അതല്ല, തെക്കോട്ടുള്ള യാത്രയില്ല. അപ്പൊ അത് മിക്കവാറും ഇത് വടക്കോട്ട് എടുക്കേണ്ടി വരും. ഇത് താൻ പോയി എന്റെ വീട് 7-ാം തീയതി കയറി താമസത്തിന് പറ്റുമോ? നടക്കും. 7-ാം തീയതി. കാശന്തി കാശന്തി ബാഗ് ഒന്നും വിചാരിക്കരുത്. ഇല്ല, ഒരുത്തർ ഇപ്പൊ എന്നെ വന്ന് വിളിച്ച് 5 ലക്ഷം വെച്ചാൽ 10 ലക്ഷം കിട്ടുമെന്ന് ചീട്ട് കളിക്കാൻ വിളിച്ചിട്ടുണ്ടായി. കാശ് മൊത്തം കളിച്ചു പോയി. കാശ് മൊത്തം തീർന്നോ? മൊത്തം തീർന്നു പോയി. എന്റെ കാശ് നീ എങ്ങനെ തരും? അത് ആരെ കൊന്നിട്ടാണെങ്കിൽ ഞാൻ 5 ലക്ഷം ഉണ്ടാക്കി തരും. ആരെ കൊന്നിട്ടാണെങ്കിൽ ഞാൻ 5 ലക്ഷം ഉണ്ടാക്കി തരും. കൊല്ലരുത്, എന്നെ കൊല്ലരുത്. എന്നെ കൊന്നാ കാശ് കിട്ടിയല്ലോ. ഒന്നിറങ്ങി പോടാ. ഓക്കെ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ചിരി കാഴ്ചകളിൽ ഇനി ഒരു ചെറിയ ഇടവേള.
पास आए यूं मुस्कुराए तुमने न जाने क्या सपने दिखाए ഓലിഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ കൂട്ടുകൂടി കിണുങ്ങി ഇളം പീലി മെല്ലെ തഴുകി വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അതെന്താ ടക്ക് 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 സോറി. ഞാൻ വിചാരിച്ച കക്ഷിയൊന്നും അല്ല കേട്ടോ ഇദ്ദേഹം. ഫുൾ ആക്റ്റീവാ. മിമിക്രി ഒക്കെ അറിയോ? മിമിക്രി അല്ല, ഞാൻ ഫീമെയിൽ വോയിസ് വേണ്ടി പാട്ട് പാടും ഇടയ്ക്ക്. ഓക്കെ, എന്തായാലും ഫീമെയിൽ വോയിസിൽ പാട്ട് നമുക്ക് പറഞ്ഞു ശ്രമിക്കാം, അത് അറിയാതെ പറഞ്ഞത്. ആ കുഴപ്പമില്ല, രണ്ട് വരിയായി. നമ്മൾ പ്രൂവ് ചെയ്തിട്ട് വിടാറുള്ളൂ. പെട്ടും പോയി. പാട്ട് പാടാം. റെഡി? ഓലിഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ കൂട്ടുകൂടി കിണുങ്ങി ഇളം പീലി മെല്ലെ തഴുകി ചെറുതിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞൊരാ ഇരുമശിത്തുണ്ടുലഞ്ഞു താരമേ നീ വന്നുവോ. എനിക്കറിയുന്നില്ല. ഓ അല്ല, ഉള്ളത് എന്തായാലും മനോഹരമാക്കി പാടി. പിന്നെ പറയൂ വേറെ വിശേഷങ്ങൾ. വിശേഷം എന്ന് പറയാൻ എനിക്ക് ആക്ച്വലി ഇപ്പം സന്തോഷമാണ് തോന്നുന്നത്. ഈ ഒരു ഷോ, ഐ മീൻ ലൂണാസ് കോമഡി Super Night. സൂപ്പർ നൈറ്റ് എന്നൊരു ഷോയിൽ വന്നത് തന്നെ എനിക്ക് സന്തോഷമുണ്ട്. ബിക്കോസ് ഒരു വ്യത്യസ്തമായൊരു ഷോ തന്നെയാണ്. അതിന്റെ സ്റ്റേജ് തന്നെ അന്യ സ്റ്റേജ്. നമ്മൾ ഈ ഗ്രാൻഡ് സ്റ്റേജ് അവാർഡ് നൈറ്റിനെ കാണുന്ന സ്റ്റേജാണ് ഇപ്പോൾ ഷോക്ക് വെക്കുന്നത്. അത് ഭയങ്കര സംഭവമാണ്. കാരണം ഇത്രയും വലിയ ആംബിയൻസിന് ആദ്യമായിട്ടാണ് കാണുന്നത് ഷോക്ക്. അത് തന്നെ ഒരു അട്രാക്ഷൻ അതിനകത്ത്. പിന്നെ ഈ ഫ്ലവേഴ്സ് ചാനലും ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലെ ഷോസ് എല്ലാം അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും, എൻ്റർടൈനിങ് ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പം എന്താ പറയുക, ഒരു വെറൈറ്റി കുറേ കലാകാരന്മാർക്ക് ഇപ്പം ചാൻസ് കിട്ടുന്ന ഒരു ഷോ തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇതിൽ കൂടെ ഉള്ള എല്ലാ ആൾക്കാരും. അതുകൊണ്ട് തന്നെ ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തനങ്ങളൊന്നുമില്ലാതെ. മുമ്പ് ഒരുപാട് കോമഡി ഷോയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് വേണമെന്ന് തന്നെ ഫ്ലവേഴ്സിന്റെ എല്ലാ ആൾക്കാരും അത് നിർബന്ധം പിടിച്ചുകൊണ്ടാണ് ഇത്രയും. ഫ്ലവേഴ്സ് ഒരു ചാനൽ വരുന്നതല്ല, കാരണം ഇനിയും ഇമ്പ്രൂവ്മെന്റ്സ് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് അതിനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ ആശംസകളും ഫ്ലവേഴ്സിനും. താങ്ക് യു. വേറെ ഒന്നും പറയാനില്ലല്ലോ? വേറെ ഒന്നും പറയാനില്ല. സുരാജേട്ടൻ ആണ് ഇപ്പം ആക്ച്വലി ഈ ഒരു ഷോയ്ക്ക് ഹൈലൈറ്റ് ഓഫ് ദിസ് ഷോ എന്ന് പറയാം. താങ്ക് യു, താങ്ക് യു. അല്ല, അവിടെ ഇരുന്ന സമയത്ത് ചേട്ടൻ ഇത് പറഞ്ഞു പഠിപ്പിക്കലായിരുന്നോ? അശ്വതി ഉണ്ടെന്ന് എനിക്ക് അശ്വതിയെ കുറിച്ചും കൂടെ നേരത്തെ പറഞ്ഞു. സിജ നന്നായിട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു പാട്ട് പാടിയേ പറ്റൂ. ഞാനല്ല പറഞ്ഞു, ആക്ച്വലി ഹേമന്ത് ആണ് പറഞ്ഞത്. ബോംബെക്കാരി, അപ്പൊ നല്ല ഹിന്ദി പാട്ടൊക്കെ പാടും. ആർക്കും അറിവില്ല, തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിന്ദി സംസാരിക്കുന്ന കേരളത്തിലാണ്. ഓക്കെ, പിച്ച് പിച്ച് കൊടുക്കടാ, ഒരു പിച്ച്. തുടങ്ങാം. പിച്ച് എങ്ങനെ? ഇത് വേണോ? അത് മതി. അയ്യോ, അവര് വായിച്ചോ ചുമ്മാ. ഓക്കെ ഓക്കെ, തുടങ്ങാം. തും പാസ് ആയേ യൂं മുസ്കുരായേ तुमने न जाने क्या सपने दिखाए तुम पास आए यूं मुस्कुराए तुमने न जाने क्या सपने दिखाए अब तो मेरा दिल जागे न सोता है क्या करूँ हाय कुछ कुछ होता है क्या करूँ हाय कुछ कुछ होता है. അടുത്ത ഒരു ഗംഭീര പാട്ടോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. അത് പാടിയേ പറ്റൂ, പ്ലീസ്. ഞാൻ പറഞ്ഞത് ഈ എപ്പിസോഡ് കാണുമ്പോഴേ ഇതൊരു കോമഡി നൈറ്റ്സിലെ പ്രോഗ്രാമാണ്. നമ്മളിപ്പോ 4 പാട്ട് ഇപ്പൊ തന്നെ പാടി അല്ലേ? ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് കോമഡി മാത്രമൊന്നുമല്ല, കോമഡി, ഡാൻസ്, ഫൈറ്റ് എല്ലാം ഉള്ള ഒരു പ്രോഗ്രാം. നമ്മുടെ പാട്ട് നിങ്ങൾക്ക് കോമഡി അല്ല, സംഭവം അല്ലേ? പാട്ട് പാടിക്കോ. റെഡി? ഇല്ല, നമ്മൾ ഒരുമിച്ച് പാടാം. അറിയുന്ന പാട്ടില്ല, സ്റ്റാർട്ട് ചെയ്തു. ഏത് പാട്ടാ? അല്ല, എൻ്റെ ഒരു പടത്തിലെ പാട്ടുണ്ട്, മറ്റേ
ഡോക്ടർ ലവ് എന്ന് പറഞ്ഞ പടത്തിലെ ഓക്കെ പാട്ട്. ഡോക്ടർ ലവിലെ പാട്ട്. നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം, നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം, പ്രണയം പറഞ്ഞിടാൻ വയ്യാതെ നിന്നെ ഞാൻ നീ സുദിനം, നിന്നെ പ്രണയിക്കുമീ സുദിനം, നിന്നോടെനിക്കുള്ള പ്രണയം പ്രണയം പ്രണയം. വളരെ നന്നായിരുന്നു. ആദ്യമായിട്ടാണ് സ്റ്റേജിൽ പാടുന്നത് സത്യം പറയാൻ. പക്ഷെ അങ്ങനെയൊന്നും ഫീൽ ഇതൊരു ചെയ്യില്ല കേട്ടോ. തുടക്കമാവട്ടെ. ആദ്യമായിട്ട് പാടി- ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡാൻസ് ചെയ്യുന്നത്, ഡാൻസ് ചെയ്യുന്നത് ഈ സ്റ്റേജിന് മേലെ. അപ്പൊ അതിനകത്ത് അപേക്ഷിച്ച് ഇവള് അല്ല അങ്ങനെ പറഞ്ഞ സിനിമയ്ക്ക് ചെയ്യുമെങ്കിലും പോലും സിംഗ്രണൈസ്ഡ് ആയിട്ട് ഒറ്റയ്ക്ക് പഠിച്ച് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ ഡാൻസും ചെയ്തു. ഡാൻസറാണ്. ഇനി ഇവിടെ സ്കിറ്റ് കളിക്കാനായിട്ട് വരുമോ? ഇനി വേണ്ടി വരും മിക്കവാറും. അല്ല അല്ല കോമഡി മതിയില്ലേ? ഇല്ല പോരാ, ഇനിയും വേണം. വേണം. ഇനിയും നിങ്ങൾ വരണം. വീണ്ടും വരും. ഇതാ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് അല്ലേ? വരണ്ടേ? യെസ് വരണം. ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഈ ഫ്ലോറിൽ എത്തിയതിന്. ഇതാ നമ്മുടെ ചുണക്കുട്ടിയും ചുണക്കുട്ടനും ഇവിടുന്ന് പോകാനായിട്ടുള്ള സമയമായി. നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. വരൂ വരൂ വരൂ. വരൂ വരൂ. ഇതാ നല്ലൊരു കൈയടി കൊടുത്ത കണ്ട ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. എന്താ മോളെ പേര്? എൻ്റെ പേര് ആർദ്ര. ആർദ്ര. മൈക്ക് അടുത്ത് വെക്ക്. എവിടെ സ്ഥലം? എൻ്റെ വീട് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂര്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛൻ, അമ്മ, 2 അനിയത്തിമാര്. 2 അനിയത്തിമാരും ഉണ്ട്. ആ അപ്പൊ മൂത്ത കുട്ടിയാണ് അല്ലേ? അതെ. അടിപൊളി. അപ്പൊ എന്താ ചോദ്യം ചോദിക്കാൻ വന്ന്? മേഡം ഇങ്ങനെ സൗന്ദര്യം നിലനിർത്താൻ എങ്ങനെ? ഇത് പറഞ്ഞു കേൾപ്പിച്ച ഉറപ്പാണ് സിജ, അത് നമ്മൾ പറഞ്ഞു കേൾപ്പിച്ച ആണോ? സിജ പറഞ്ഞു കേൾപ്പിച്ചാണോ ഇത്? സൗന്ദര്യത്തിന്റെ അല്ലേ ചോദിച്ചേക്ക? എന്താ ഇതിപ്പം ഐശ്വര്യയോട് സൗന്ദര്യം. അല്ല ഇതെങ്ങനെയാണ് നിലനിർത്തുന്നത്? പറയൂ. അയ്യോ എനിക്ക് ഡെയിലി കുളിച്ചാ മതി എന്നാ പുള്ളിക്കാരി പറയും. എണ്ണ തേച്ച് കുളിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അല്ല മുടിയിൽ വേറെ ഒന്നും ചേർക്കില്ല? മേക്കപ്പ് ഇല്ലാതെ മുഖത്ത് നോക്കാതിരിക്കുക, അതൊരു വലിയ പോയിന്റ്. മേക്കപ്പ് ആണ്. ആ ചേച്ചിക്കാണ് ആക്ച്വലി താങ്ക്സ് പറയേണ്ടത്. ഇത്രയ്ക്കും ആക്കി തന്നല്ലോ. കുറെ മണിക്കൂർ അവിടെ നിന്നു സത്യമായിട്ടും. നീ സൂരാജനോട് ചോദിക്കാം. ചേട്ടൻ സിനിമയില് നായകനും നായികയും തമ്മിൽ കണ്ടിട്ട് പെട്ടെന്ന് പ്രണയം ഉണ്ടാകുന്നുണ്ടല്ലോ, അതെ. പക്ഷെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നില്ല, അത് എന്തുകൊണ്ട്? പ്രണയിച്ചിട്ടുണ്ടോ ആരെങ്കിലും? സിനിമയിലൊക്കെ പെട്ടെന്നാണ് പ്രണയം. അതായത് 2.5 മണിക്കൂറുള്ളിൽ 2 മണിക്കൂർ അതൊക്കെ പെട്ടെന്ന് പ്രണയിച്ച് നേരെ വീട്ടിൽ പോകാം. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് നീണ്ട് നിവർന്നങ്ങനെ കിടക്കുകയല്ലേ. പെട്ടെന്നൊന്നും പ്രണയിച്ചിട്ട് പോകാമല്ല, പെട്ടെന്ന് പ്രണയം നടക്കുകയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രണയമുണ്ടോ? പ്രണയത്തെ കുറിച്ച് തന്നെ ചോദിച്ചു. ശരിക്കും പറയും. ഇല്ല, എനിക്ക് എത്രയല്ല പഠിക്കണേ? +2 കഴിഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് നിൽക്ക്. നീ ഓടിപ്പോണെന്ന +2 കഴിഞ്ഞു. അവിടെ സ്ത്രീകൾ അല്ല കുട്ടികൾ മാത്രം, പെൺകുട്ടികൾ മാത്രമുള്ള ഇതാണോ? അല്ല, മിക്സറാണ്. മിക്സ്ഡാണ്. പറയേ. ദിനേശ് എന്ന് പറയുന്ന ആളാരാത്? ദിനേശ്. ദിനേശിനെ ശരി. ബൈജു ആരാ? സുബ്രഹ്മണ്യൻ. വേലപ്പൻ. സുബ്രഹ്മണ്യൻ എൻ്റെ മാമൻ. വേണ്ട, ഏതെങ്കിലും ഒരു പേര് കയറി ഉടക്കിയില്ലേ? സുബ്രഹ്മണ്യൻ മാമനാണ് അല്ലേ? ശരി. എന്നാ പെട്ടെന്ന് എന്തായാലും ഇവിടെ ചോദ്യം ചോദിക്കാൻ വന്നതല്ല. ചോദ്യം ചോദിക്കുന്നവർക്ക് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കും. കാരണം നല്ല രീതിയിൽ മലയാളം സംസാരിപ്പിച്ചിട്ട് വിടൂ. നല്ല കൈയടി കൊടുക്കണം. തെറ്റാതെ 5 തവണ പറയണം. പേര് ഒന്നുകൂടെ എല്ലാവരും കേൾക്കുക. ഇടയ്ക്കിടയ്ക്ക് പേര് പറഞ്ഞു കൊടുക്കുക. എൻ്റെ പേര് ആർദ്ര. ആർദ്ര. ആർദ്ര തെറ്റാതെ പറയണം. ചരളുരുളുമ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെ തെറ്റണമെന്നാണ്. ചരളുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരളുരുളൂല. സുരാജേട്ടൻ കുറെ ഉരുളും. അതല്ലേ ഞാൻ ഇവിടെ കിടന്ന് ഉരുണ്ടോണ്ടിരിക്കാത്. ആയാലും കിട്ടാത്ത സാധനം. പോട്ടെ. റെഡി. ചരളുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരളുരുളൂല. തെറ്റാതെ സ്പീഡിൽ 5 തവണ പറയും. റെഡി? ആർദ്ര. ആർദ്രമായ ആർദ്രമീ ധനുമാസ രാവുകളിൽ എങ്ങോ വരണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ തോന്നിയാണ്. പറയ്. ചരളുരുളുമ്പോൾ മണലുരുളൂല. ആ പറഞ്ഞ കറക്റ്റാ. ഞാൻ ബാക്കി മറന്നു. മണലുരുളുമ്പോൾ ചരളുരുളൂല. മണലുരുളുമ്പോൾ ചരളുരുളൂല. ഉരുകൂല. ഉരുളൂല. സ്പീഡിൽ പറയ്. ചരളുരുളുമ്പോൾ മണലുരുളില്ല, മണലുരുളുമ്പോൾ ചരളുരുളില്ല.
അത് തന്നെ സ്പീഡിൽ പറയും തെറ്റാ 5 തവണ. ആർദ്ര കറക്റ്റ് ആണ്. +2 വിദ്യാർത്ഥിനി റെഡി. ചരളുരുമ്പോൾ മണരുളിലില്ല. മണരുളുരുമ്പോൾ ഉളിരുമ്പോളാ. ഉളിരുമ്പോളും കിളിരുമ്പോളൊന്നുമല്ല. ചരളുരുളുമ്പോൾ ചരളുരുളുമ്പോൾ മണലുരുളൂല. മണലുരുളൂല. മണലുരുളുമ്പോൾ തണനൂണൂണൂണ. അത് പറയാം. ശരി, എന്ന് എളുപ്പമുള്ളത്. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് പണി. പേരുമണി പണി മണല് പണി. പേരുമണി പണി മണൽ. ഇത് എളുപ്പത്തിലുള്ള നേരത്തെ കാണാതെ പഠിച്ച എപ്പിസോഡ് കണ്ടല്ലേ? ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ചിരി കാഴ്ചകളിൽ ഇനി ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ശരിക്കും ആർദ്ര എന്നോടല്ല ചോദ്യം ചോദിക്കാൻ വന്നത്. ഈ ചുള്ളനായിട്ട് നിൽക്കുന്നോണ്ട് ഇവനോടാണ് ചോദ്യം ചോദിക്കാനായിട്ട് വന്നത്. ഈ പ്രണയമൊക്കെ 2.5 മണിക്കൂർ സിനിമയിൽ അടക്കുന്നു ഇല്ല ആർദ്ര? അതേന്ന് കണ്ടു കഴിഞ്ഞ പ്രണയം ഉണ്ടോ? നമുക്കത്ര കൊച്ചു കുഞ്ഞില്ല, അധികം പ്രായമായിട്ടില്ലല്ലോ. വീട്ടിൽ നിന്ന് പറഞ്ഞ് പ്രേമിക്കുള്ള പ്രായമായിട്ടുള്ള നിനക്ക് ഇപ്പോഴും കൊച്ചു കുഞ്ഞാണെന്ന്. എന്നിട്ട് ഇപ്പൊ എത്ര പ്രണയം ഉണ്ട്? ഇപ്പൊ എത്ര പ്രണയം ഉണ്ട്? 5-6 ഇടയ്ക്കിടയ്ക്കൊക്കെ. ഇല്ല, നമ്മൾ പറഞ്ഞു പ്രണയം നല്ലതാണ്. നമ്മളെല്ലാരും വളരെ നല്ല കാര്യമാണ്. ഇല്ലേ? നല്ല കാര്യം. കാര്യം വെച്ചാൽ നമുക്ക് ഒന്ന് ഒരു ഉഷാറ് വരണമെങ്കിൽ പ്രണയിക്കുക. അത് വൈഫിനെ പ്രണയിക്കാം, അമ്മയെ പ്രണയിക്കാം, ഓരോരുത്തർ സഹോദരി. ഞാൻ 6 പറഞ്ഞ അതാണ്. അതെ, ഭാര്യ, സഹോദരിമാർ, പക്ഷെ ആരുടെ സഹോദരിയാണെന്ന് പറയണം. എന്നിട്ട് പിന്നെ ശാന്തിയൊക്കെ സഹോദരിയാണോ? ശാന്തി ഇതെന്റെ അമ്മയൊക്കെ കാണുന്ന ഷോണ്. ചുമ്മാ നല്ല പേരൊക്കെ പറ. ശരി, ഒരു നല്ല പേരില് ഒറിജിനൽ പേരെന്ന് പറഞ്ഞേ. ഒറിജിനൽ പ്രണയിക്കുന്ന കുട്ടിയുടെ പേരങ്ങ് പറഞ്ഞേക്കേ. സുരാജ്. നമ്മൾ സുഹൃത്തുക്കൾ പ്രണയിക്കാമല്ലോ. തീർച്ചയായിട്ടും പ്രണയിക്കാം. പ്രണയം നല്ലതാണ്. അങ്ങനെ തന്നെ എന്നും അത് പരിശുദ്ധമായിട്ട് പ്രണയം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ ചിരി കാഴ്ചകൾക്കായി കാത്തിരിക്കുക. ഗുഡ് നൈറ്റ്.